നിലവിലുള്ളൊരവസ്ഥയുണ്ട്, ആ അവസ്ഥയിലുള്ള സംതൃപ്തിയാണത്. നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാർ. ആ കുട്ടിയെ അപേക്ഷിച്ചിട്ട് ഇങ്ങനെ നോക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരവസ്ഥ. നമുക്ക് പറയാൻ കഴിയുന്നുണ്ടോ? എനിക്ക് പറയാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾക്ക് പറയാൻ കഴിയുന്നുണ്ടോ നമ്മുടെ ഇപ്പോഴുള്ള അവസ്ഥയിൽ നമ്മൾ സംതൃപ്തരാണ് എന്ന്? ഉണ്ടെങ്കിൽ ഭാഗ്യവാന്മാരാണ് അവർ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ, മതപരമായി അയാൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സമാധാനം ഉള്ള ജീവിതത്തിലെ സംതൃപ്തിയാണ്. അയാൾക്ക് ആർത്തി ഉണ്ടാവില്ല, അയാൾക്ക് അസൂയ ഉണ്ടാവില്ല, അയാൾക്ക് അഹങ്കാരം ഉണ്ടാവില്ല, അയാൾക്ക് ടെൻഷൻ ഉണ്ടാവില്ല, അയാൾക്ക് മനോവിഷമങ്ങൾ ഉണ്ടാവില്ല, അയാൾ സന്തോഷവാനായിരിക്കും. ഇത് ഖുർആൻ പല സന്ദർഭങ്ങളിൽ നമുക്ക് പറഞ്ഞു തന്നുള്ളൊരു കാര്യമാണ്. ജീവിതത്തിൻ്റെ ഏത് അവസ്ഥകളെയും യാഥാർത്ഥ്യബോധത്തോടു കൂടി റിയലിസ്റ്റിക്കായിട്ട് നോക്കിക്കാണാൻ ഒരു സത്യവിശ്വാസിക്ക് കഴിയും. അതാണ് സൂറത്തുൽ ഹദീദ്, വിശുദ്ധ ഖുർആൻ 21-ാമത്തെ വചനം. അല്ലാഹ് പറയണേ, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർദി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഹ ഇന്ന ദാലിക അലല്ലാഹി യസീർ ലികൈ ലാ തഅസു അലാ മാ ഫതകും വലാ തഫറഹു ബിമാ ആതാകും വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. തിരൂരിലുള്ള നമ്മുടെ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹം പറയാം, അദ്ദേഹത്തിൻ്റെ 22 വയസ്സുള്ള നിറയൗവനത്തിൽ ചുറുചുറുക്കോടുകൂടി ജീവിച്ചിരുന്ന ഒരു ആൺകുട്ടിയാണ് ഫുട്ബോൾ കളിക്കിടയിൽ മറ്റൊരു കളിക്കാരനോട് കൂട്ടിമുട്ടിയിട്ട് മരിച്ചുപോയത്. നമ്മുടെയൊക്കെ ഒരു സുഹൃത്തായിരുന്നു, അബ്ദുൽ വഹാബ് എന്നായിരുന്നു എൻ്റെ പേര്. നല്ലൊരു പ്രതിഭാശാലിയായൊരു കുട്ടിയാണ്. ആ കുട്ടി മരണപ്പെട്ട വീട്ടിലേക്ക് വാപ്പയെ, കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ മകൻ നഷ്ടപ്പെട്ട വാപ്പയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി കുറേ ആളുകൾ ആ വീട്ടിലേക്ക് വരുന്നുണ്ട്. എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. മകൻ നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ നമുക്കറിയാം, ആ സങ്കടം എത്ര വലുതായിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയണം, ഒരുപാട് ആളുകൾ വന്നിട്ട് എന്നെ ആശ്വസിപ്പിക്കുന്നുണ്ട്, പക്ഷേ എനിക്കൊരു ആശ്വാസം ഒന്നും അതുകൊണ്ട് കിട്ടുന്നില്ല. അതിനിടയ്ക്ക് ഒരാൾ വന്നു, പണ്ഡിതനായ ഒരാൾ, പ്രൊഫസർ NB അബ്ദുറഹ്മാൻ എന്ന് പറയും, ഒരു സയൻറ്റിസ്റ്റാണ് അദ്ദേഹം. അദ്ദേഹം വന്നിട്ട് ഈ മകൻ നഷ്ടപ്പെട്ട് മകൻ്റെ മയ്യത്തിൻ്റെ അരികിലിരിക്കുന്ന വാപ്പയോട് ചോദിക്കുകയാണ്, ഇവിടെ ഖുർആൻ പരിഭാഷ അല്ലേ? ആ, ഖുർആൻ പരിഭാഷ ഉണ്ട്, ഒന്ന് എടുത്തുകൊണ്ടുവരുമോ? അദ്ദേഹം എടുത്തുകൊണ്ടുവന്നു. ആ സൂറത്തുൽ ഹദീദ് ഒന്ന് തുറക്കുമോ? സൂറത്തുൽ ഹദീദ് തുറന്നു. അതിൽ 21-ാമത്തെ ആയത്തൊന്ന് ഓതോ, എന്നിട്ട് അതിൻ്റെ അർത്ഥം ഒന്ന് പറയോ. സങ്കടങ്ങളുടെ നെരിപ്പോടിൽ കഴിയുന്നൊരു മനുഷ്യൻ്റെ മനസ്സിലേക്ക് അള്ളാഹുവിൻ്റെ വചനം ഒരു മഴയായി പെയ്യുന്ന ഒരവസ്ഥയാണ്. അതൊരു കുളിർമഴയാണ്. നമ്മുടെ ജീവിതത്തെ ആകെ മാറ്റിപ്പണിയോ, നമ്മുടെ കാഴ്ചപ്പാടുകളെ മാറ്റിപ്പണിയും ഖുർആൻ. നമ്മുടെ ജീവിത ശീലങ്ങളിൽ ഖുർആൻ ഇടപെടും, നമ്മുടെ സങ്കടങ്ങളിൽ ഖുർആൻ ഇടപെടും, സന്തോഷങ്ങളിലും ഇടപെടും. അദ്ദേഹം ആ വചനം ഇങ്ങനെ ചൊല്ലുകയാണ്, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർദി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഹ ഇന്ന ദാലിക അലല്ലാഹി യസീർ. നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ടോ, അല്ലാഹ് പറയാ, ഈ ലോകത്ത് തന്നെ എന്ത് സംഭവിക്കുന്നുണ്ടോ, ഒന്നും യാദൃച്ഛികമല്ല, ഒന്നും യാദൃച്ഛികമായി സംഭവിക്കുന്നില്ല. എല്ലാം മുൻകൂട്ടി ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടല്ലാതെ അള്ളാഹുവിന് അതെല്ലാം എളുപ്പമാണ്. എന്തിനാണ് ഇങ്ങനെ മുൻകൂട്ടി ഒരു രേഖപ്പെടുത്തൽ? എന്തിനാണത്? എന്തിനാണ് അങ്ങനെ ഒരു മുൻകൂട്ടി രേഖപ്പെടുത്തൽ? മകൻ മരിച്ചു കിടക്കുന്ന വാപ്പയാണ് ഇത് ചൊല്ലുന്നത്. ലികൈലാ തഅസൗ അലാ മാ ഫാതകും. നഷ്ടപ്പെട്ട ഒരു കാര്യത്തിൻ്റെ പേരിൽ നിങ്ങൾ സങ്കടപ്പെടാതിരിക്കാൻ. വലാ തഫ്റഹു ബിമാ ആതാകും. നിങ്ങൾക്ക് കിട്ടിയ സുഖാനുഗ്രഹങ്ങളുണ്ടല്ലോ, ഐശ്വര്യങ്ങളുണ്ടല്ലോ, അതിൽ നിങ്ങൾ അതിരുവിട്ട് സന്തോഷിക്കാതിരിക്കാനുമാണ്. അങ്ങനെ അതിരുവിട്ട് സന്തോഷിക്കുന്നവരെ, അഹങ്കരിക്കുന്നവരെ വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, അങ്ങനെയുള്ളവർ അള്ളാഹുവിന് ഇഷ്ടമല്ല. അങ്ങനെ ഒരാൾക്ക് അള്ളാഹിനെ അനുഭവിക്കാൻ കഴിയുക എന്നുള്ളത് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അള്ളാഹുവിനെ ഒരാൾ മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റമാണ്. ഇതാണ്
ഇതാണ് ഖുർആൻ പറഞ്ഞത്. ഇതാണ് എല്ലാ വേദഗ്രന്ഥങ്ങളും മനുഷ്യന് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. ദൈവത്തെക്കുറിച്ചുള്ള ഉൾവിചാരങ്ങളാണ് നൽകുന്നത്, വിശ്വാസമല്ല. ദൈവത്തെക്കുറിച്ച് വിശ്വാസമില്ലാത്ത ആളുകൾ വളരെ കുറവാണ്. ലോക ചരിത്രത്തിൽ തന്നെ വളരെ വളരെ കുറവായിരിക്കും ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ആളുകൾ. അങ്ങനെ ഒരു വിശ്വാസം പഠിപ്പിക്കാൻ വന്ന ഗ്രന്ഥമല്ല ഇത്. ദൈവത്തിൽ വിശ്വസിക്കാൻ പറയാൻ വന്ന ഗ്രന്ഥമല്ല ഇത്. മറിച്ച് ദൈവത്തിലുള്ളൊരു ഉറപ്പുണ്ടാക്കിയെടുക്കാനാണ്. ജീവിത മേഖലകളെ ആകെ ശുദ്ധീകരിക്കുന്ന, സംസ്കരിക്കുന്ന അവസ്ഥയിലേക്ക് ദൈവവിശ്വാസം കടന്നു വരണം എന്ന് പഠിപ്പിക്കാനാണ് വിശുദ്ധ ഖുർആൻ വന്നത്. ഏതൊരു മതഗ്രന്ഥം നിങ്ങൾ എടുത്തു നോക്കൂ, ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത്. കഥകൾ പറയുന്നത്, ഉപമകൾ പറയുന്നത്, ചരിത്രം പറയുന്നത്, ഉദാഹരണങ്ങൾ നിരത്തുന്നത് എല്ലാം ദൈവത്തെക്കുറിച്ച് പറഞ്ഞു തരാനാണ്. സാമവേദത്തിലെ ആഗ്നേയ കാണ്ഡത്തിലെ 8-ാം അധ്യായത്തിൽ 19 മുതലുള്ളൊരു വചനമുണ്ട്. ദൈവത്തോടുള്ളൊരു പ്രാർത്ഥനയാണ്. രായ അഗ്നേ മഹേത്വ ദാനായ സമിധീമഹേ ഈഡിശ്വാഹീമഹേ വൃഷ ദ്യാവഹോത്രായ പൃഥ്വി. ഭൂമിയെ സൃഷ്ടിച്ചവനെ, അഗ്നിയെ സൃഷ്ടിച്ചവനെ, ആകാശങ്ങളെ സൃഷ്ടിച്ചവനെ, അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ചവനെ, അഗ്നിയെ സൃഷ്ടിച്ചവനെ, വരാനിരിക്കുന്നൊരു മഹാശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ എന്ന് ഹൈന്ദവ വേദമാണിത് പറയുന്നത്. വരാനിരിക്കുന്നൊരു ശിക്ഷയെക്കുറിച്ച്. നമുത്ര ഹി സഹായാർത്ഥം പിതാ മാതാ ചതിഷ്ഠത ന പുത്രധാര ന ജ്ഞാതിർ ധർമ്മസ്ഥിഷ്ഠതി കേവല. അതേ സാമവേദത്തിലെ മറ്റൊരു വചനാണ്. നമുത്ര ഹി സഹായാർത്ഥം പിതാ മാതാ ചതിഷ്ഠിത. ആ വരാനിരിക്കുന്ന ലോകമുണ്ടല്ലോ, അവിടെ പിതാവോ മാതാവോ ന പുത്രധാര ന ജ്ഞാതിർ, പുത്രന്മാരോ തലമുറകളോ നമ്മളെ രക്ഷിക്കാനുണ്ടാവില്ല. ആരും ആരെയും രക്ഷിക്കാനില്ല. നമ്മളെ രക്ഷിക്കുവാൻ നമ്മുടെ കൂടെ ഉള്ള ഒരേ ഒരു ശക്തി എന്ന് പറയുന്നത് ധർമ്മസ്ഥിഷ്ഠതി കേവലം. നമ്മളെന്താണോ ധർമ്മം ചെയ്തത് അതുണ്ടാകും, നമ്മളെന്താണോ നന്മ ചെയ്തത് അതുണ്ടാകും. ബാക്കിയൊന്നും നമ്മുടേതല്ല. ഏതൊരാൾ നിങ്ങൾ ചെന്നിട്ട് ചോദിച്ചു നോക്കൂ, അയാളുടെ ഏറ്റവും വലിയൊരു പ്രതീക്ഷ, സ്വപ്നം, ജീവിതം എല്ലാം അയാളുടെ മക്കള്, അയാളുടെ കുടുംബം, അയാളുടെ ജോലി, അയാളുടെ സമ്പാദ്യം. അതാണ് ഭൗതിക ലോകം എന്ന് പറഞ്ഞാൽ. നമ്മുടെ ജീവിതം അതായി മാറുകയാണ്, അതായിട്ട് അങ്ങോട്ട് മാറുകയാണ് ഒരാളുടെ ജീവിതം. മക്കള്. ഏതൊരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം കുടുംബത്തിൻ്റെ അടുത്തേക്ക് കയറി ചെല്ലുന്ന പ്രവാസികൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. വൈകുന്നേരം വീട്ടിലേക്ക് അണയുന്നവർ, മാതാവിൻ്റെ സ്നേഹത്തണലിലേക്ക് ചെല്ലുന്നവർ, പിതാവിൻ്റെ വാത്സല്യ തണലിലേക്ക് ചെല്ലുന്നവർ, ഭാര്യയുടെ ഇണക്കത്തിലേക്ക് ചെല്ലുന്നവർ, മക്കളുടെ കൊഞ്ചലിലേക്കും കൗതുകത്തിലേക്കും ചെല്ലുന്നവർ എത്ര കുറച്ച് ആളുകളാണ്. സങ്കടങ്ങളുടെ ശരീരമാണ് ഓരോ പ്രവാസിയും. അവരുടെ ജീവിതം തന്നെ അവർക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കത്തി എരിഞ്ഞ് നിൽക്കുന്ന ഒരു മെഴുകുതിരിയാണ് ഏതൊരു പ്രവാസിയും. ഒരു ചെറിയ കാറ്റ് വരുമ്പോഴേക്ക് അത് കെട്ടുപോവുകയും ചെയ്തു. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കത്തുകയാണ്, ഒരു ചെറിയ കാറ്റത്തത് കെട്ടുപോവുകയും ചെയ്യും. രോഗങ്ങളുടെ ഭണ്ഡാരവുമായി നാട്ടിലേക്ക് കുടിയേറുന്നവർ അവസാനം കൂടെയുള്ളവരറിയില്ല, കൂട്ടുകാരറിയില്ല, വീട്ടിൽ നിന്ന് വന്നിട്ടുള്ള കുടുംബത്തിലെ പുതിയ കുട്ടികളൊന്നും ഇദ്ദേഹത്തെ അറിയുന്നില്ല. ഒരു അന്യനായി മാറുന്നു. അവർക്ക് വേണ്ടി ജീവിച്ച ഒരാൾ. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ്, അദ്ദേഹത്തിൻ്റെ റൂമിലുണ്ടായിരുന്ന ഒരാൾ ഒരുപാട് കാലം ഗൾഫിൽ ജീവിച്ച ആളാണ്. അങ്ങനെ നാട്ടിലേക്ക് പോകണത്. അപ്പോൾ റൂമിലുള്ള ആളുകൾ തീരുമാനിക്കുകയാണ് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനം നമുക്ക് വാങ്ങിക്കൊടുക്കാമെന്ന്. അങ്ങനെ മൂപ്പരോട് ചോദിക്കുകയാണ് എന്താണ് വേണ്ടത്. ഒരുപാട് നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരാഗ്രഹം. 10-30 കൊല്ലക്കാലം ഈ ഗൾഫിൽ ജീവിച്ച ഒരാൾ എല്ലാ ആഗ്രഹവും ഞങ്ങൾ നടത്തിത്തരാ, നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞപ്പോൾ ഒരാഗ്രഹം പറഞ്ഞത് എന്താണെന്നറിയോ? ഒരു ഷവായ കഴിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മക്കളത് കഴിച്ചിട്ടുണ്ടാവും, അദ്ദേഹം ഇതുവരെ കഴിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മക്കൾ അതിലേറെ നല്ല ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും, അദ്ദേഹം ഇക്കാലം വരെ അത് കഴിച്ചിട്ടില്ല. ആ മക്കൾക്ക് വേണ്ടി അല്ലേ? ഏതൊരു മനുഷ്യനോട് ചോദിച്ചാലും എന്താണ് നിങ്ങളുടെ സമ്പാദ്യം എന്ന് ചോദിച്ചാൽ അയാൾ പറയും എൻ്റെ മക്കളാണ് എൻ്റെ സമ്പാദ്യം. എനിക്കെന്തിനാണ് അതിലേറെ വലിയ സമ്പാദ്യം? എൻ്റെ കുട്ടികളാണ് എൻ്റെ സമ്പാദ്യം എന്ന് പറയും. ആണോ? ആയേക്കാം, അത്രേ പറയാൻ പറ്റുള്ളൂ. നമ്മളൊക്കെ നമ്മുടെ വാപ്പൻ്റെയും എൻ്റെയും സമ്പാദ്യമാണ്. അവരൊക്കെ നമ്മളെ ചൂണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ലേ എൻ്റെ മക്കളാണ് എൻ്റെ സമ്പാദ്യം.
ഈ പണത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിനിടയിൽ ആ ഉമ്മയുടെ ആ ഉപ്പയുടെ ഖബറിൻ്റെ അരികിലൊന്ന് ചെന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോലും സമയം കാണാത്ത മക്കളാണ് ഞാനും നിങ്ങളുമെങ്കിൽ എന്ത് സമ്പാദ്യമാണത്? സമ്പാദ്യമാണ്. പിന്നെ നമ്മുടെ മക്കൾ നമുക്കെങ്ങനെ സമ്പാദ്യമാവുക? സമ്പാദ്യം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ഏത് കോണിലായിരിക്കുമ്പോഴും, എത്ര വലിയ ശമ്പളം വാങ്ങുന്നവരാകുമ്പോഴും അവരുടെ പ്രാർത്ഥനാ വേളകളിൽ ആ പാവ ഉമ്മയെയും ഉപ്പയെയും അവരൊന്ന് ഓർക്കുന്നുണ്ടെങ്കിൽ അത് മതി. അയച്ചു കൊടുക്കുന്ന വലിയ ശമ്പളത്തുകയേക്കാൾ അവർക്ക് അള്ളാഹുവിങ്കൽ നിന്നുള്ള പ്രീതി ലഭിക്കുന്നത് ഈ പാവ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും വേണ്ടി നടത്തുന്ന മക്കളുടെ പ്രാർത്ഥനയാണ്. അപ്പം നമുക്ക് പറയാം എൻ്റെ കുട്ടികൾ എൻ്റെ സമ്പാദ്യമാണ്. അല്ലെങ്കിൽ എന്ത് സമ്പാദ്യമാണത്? നമ്മുടെ സ്വത്ത് നമ്മുടെ സമ്പാദ്യമാണോ? ചോര നീരാക്കി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന സ്വത്ത് നമ്മുടേതാണോ? നമ്മുടെ അവസാനത്തെ ശ്വാസത്തോടു കൂടി അത് നമ്മുടേതല്ലാതായി മാറുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകം കണ്ട ഏറ്റവും നല്ല ഗുരുനാഥൻ, നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു വചനമുണ്ട്. അതിമനോഹരമായ സാരവത്തായ ഒരു വചനം. തിരുനബി പഠിപ്പിക്കുകയാണ്, ഏതൊരു മനുഷ്യനും 3 കൂട്ടുകാരുണ്ട്. എല്ലാ മനുഷ്യനും ഉണ്ടാകും 3 കൂട്ടുകാർ. ഒന്നാമത്തെ കൂട്ടുകാരൻ സമ്പത്താണ്, രണ്ടാമത്തെ കൂട്ടുകാരൻ കുടുംബമാണ്, മൂന്നാമത്തെ കൂട്ടുകാരൻ അമലാണ്, പ്രവർത്തനങ്ങൾ. ഒന്നാമത്തെ കൂട്ടുകാരൻ സമ്പത്ത് മനുഷ്യനോടൊക്കെ പറയുന്നുണ്ട്, നീ പേടിക്കണ്ട, ഒരു പേടിയും നിനക്ക് വേണ്ട, ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ടോ. എന്തിനാ പേടിക്കുന്നത്? നിന്റെ പണം നിന്റെ കയ്യിലില്ലേ? എത്ര വലിയ മഹാരോഗങ്ങൾ നിനക്ക് വന്നാലും നിന്റെ പണമല്ലേ നിന്റെ കയ്യിൽ? എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും നിന്റെ അക്കൗണ്ടിൽ കിടക്കുന്ന കോടികൾ ലക്ഷങ്ങൾ നിനക്ക് തുണയായി തീരൂലേന്ന് മനുഷ്യനോട് ഇങ്ങനെ പറയുന്നുണ്ട്. പണം പറയുന്നില്ലെങ്കിലും ആ പറച്ചിൽ നമ്മളിങ്ങനെ അനുഭവിക്കുന്നുണ്ട്, ഒരു സെക്യൂരിറ്റി. പക്ഷേ ഈ പണം മനുഷ്യനോട് പറയും, പക്ഷേ ഞങ്ങൾക്ക് ഒരളവ് വരെ നിന്നെ സഹായിക്കാൻ പറ്റുള്ളൂ, നിന്റെ അവസാനത്തെ ശ്വാസം വരെ. എത്ര വലിയ ഹോസ്പിറ്റലിലേക്കും നിന്നെ കൊണ്ടുപോകാൻ നിന്റെ പണം ഉണ്ടാവും. പക്ഷെ ആ അവസാനത്തിന് ശ്വാസം വന്നു കഴിഞ്ഞാൽ പിന്നെ ഹോസ്പിറ്റലുകൾക്ക് പ്രസക്തിയില്ല. നിന്റെ അക്കൗണ്ടിൽ കിടക്കുന്ന പണം പിന്നെ നിന്റേതല്ലാതായി മാറുന്നു. രണ്ടാമത്തെ കൂട്ടുകാർ കുടുംബമാണ്. ആ കുടുംബം മനുഷ്യനോട് പറയും, മരിക്കുന്നത് വരെ മാത്രമൊന്നുമല്ല ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ടാവുക, മരിച്ചു കഴിഞ്ഞാലും ഉണ്ടാവും. അതാ ആ മരത്തിൻ്റെ അവിടെ വരെ ഉണ്ടാകും. ഖബറിടത്തിൽ ഉയർന്നു നിൽക്കുന്ന മരത്തിലേക്ക് ചൂണ്ടിയിട്ട് കുടുംബം പറയുന്നുണ്ട് നമ്മളോട്, നമ്മളറിയാതെ പറയുന്നുണ്ട്, അവിടെ വരെ ഉണ്ടാവും. അവിടെ നിന്ന് അങ്ങോട്ട് നിന്റെ ഖബറിലേക്ക് മണ്ണ് വാരി എറിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകും. പിന്നെ ഞങ്ങളുടെ സന്തോഷം, ഞങ്ങളുടെ ആനന്ദം, ഞങ്ങൾ നിന്നെയൊക്കെ മറന്നുപോകും. അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു എന്ന് പറയും. ഒരു പെരുന്നാൾ വരുമ്പോൾ, ഒരു നോമ്പ് വരുമ്പോൾ, ഒരു ഓണം വരുമ്പോൾ, ഒരു വിഷു വരുമ്പോൾ, ഒരു ക്രിസ്തുമസ് വരുമ്പോൾ നമ്മൾ പറയും അച്ഛനുണ്ടായിരുന്ന കാലത്തെക്കുറിച്ച്, ഉപ്പയുണ്ടായിരുന്ന ഒരു നല്ല കാലത്തെക്കുറിച്ച് പറയും. ഉമ്മ ഉണ്ടായിരുന്ന കാലത്തുള്ള നോമ്പുണ്ടല്ലോ, ആ നോമ്പായിരുന്നു നോമ്പ് എന്ന് പറയൂലേ? അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ എന്താണ് നമ്മുടെ സമ്പാദ്യം? സഹോദരന്മാരെ, സഹോദരികളെ, എന്താണ് എൻ്റെയും നിങ്ങളുടെയും സമ്പാദ്യം? ഇത് രണ്ടും നമ്മുടെ സമ്പാദ്യമാണ് എന്ന് ഉറപ്പിക്കാൻ കഴിയില്ല. അതിനനുസരിച്ച് അതിനെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം. എന്നാൽ മൂന്നാമത്തെ ഒരു ആളുണ്ട്, അയാൾ നമ്മളോട് പറയാണ്, നിന്റെ കൂടെ ഞങ്ങളുണ്ടാകും. നീ മരിച്ചു പോവുകയാണെങ്കിലും നീ ജീവിച്ചിരിക്കുകയാണെങ്കിലും നിന്റെ കൂടെ ഇടമുറിയാതെ ഒരിക്കലും അകലാതെ നിന്റെ കൂടെ ഞങ്ങളുണ്ടാകുന്നു. അതാരാ? അത് പറയുന്നത് നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളാണ്. നല്ല പ്രവർത്തനങ്ങൾ മാത്രമാണോ? അല്ല, ചീത്ത പ്രവർത്തനങ്ങൾ. നമ്മൾ ചെയ്ത നല്ല പ്രവർത്തനങ്ങൾ ചീത്ത പ്രവർത്തനങ്ങൾ പറയുന്നുണ്ട്. ഇവിടുന്ന് പോയാലും നിൻ്റെ കൂടെ ഉണ്ടാവും. എത്ര ചെറുതാണെങ്കിലും അത് നമ്മുടെ കൂടെ ഉണ്ടാകും. ഒരാൾ 100 കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ്. അദ്ദേഹം വളരെ രോഗിയായിരിക്കുന്നൊരു സമയത്ത് ഒരു വാർത്ത പരന്നു, അദ്ദേഹം മരിച്ചു എന്ന്. അങ്ങനെ പിറ്റേ ദിവസത്തെ പത്രത്തിൽ അദ്ദേഹത്തിൻ്റെ മരണ വാർത്ത അച്ചടിച്ചു വന്ന്. അപ്പോൾ അദ്ദേഹം ആ വാർത്ത ഇങ്ങനെ വായിക്കണേ. ആ അവസ്ഥ ആലോചിച്ച് നോക്കൂ. ആ വാർത്തയുടെ ഒക്കെ തലക്കെട്ട്, ഡൈനാമിറ്റ് വീരൻ അന്തരിച്ചു, മരണത്തിൻ്റെ ദൂതൻ അന്തരിച്ചു. ഒരു നല്ല വാക്ക് അദ്ദേഹത്തെക്കുറിച്ച് ആരും പറയുന്നില്ല, ഒരു പത്രത്തിലും പറയുന്നില്ല ഒരു നല്ല വാക്ക് അദ്ദേഹത്തെക്കുറിച്ച്. ശരിയാണ്, അദ്ദേഹം കണ്ടുപിടിച്ച ഡൈനാമിറ്റിൻ്റെ കാരണം കൊണ്ട് ഒരുപാട് ആളുകൾ അത് ഉപയോഗപ്പെടുത്തി ഒരുപാട് ആളുകളെ കൊന്നൊടുക്കിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ അത് കണ്ടുപിടിച്ച ഒരാൾ എന്ന നിലയ്ക്ക് ഇദ്ദേഹത്തെക്കുറിച്ച് ഒരു നല്ല വാക്കും, കൊലപാതകത്തിൻ്റെ ദൂതൻ എന്നാണ് പത്രക്കാർ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ആലോചിക്കുകയാണ്, ഞാൻ ശരിക്കും മരിച്ചു പോയാലും എന്നെ പറ്റി ഇങ്ങനെയല്ലേ ആളുകൾ പറയാം, ഒരു നല്ല കാര്യം എന്നെക്കുറിച്ച് പറയുന്നില്ലല്ലോ. അപ്പോൾ അദ്ദേഹം തീരുമാനിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ സ്വത്തിൻ്റെ വലിയൊരു ഭാഗം ഒരു വലിയ അവാർഡിന് വേണ്ടി അദ്ദേഹം നീക്കി വെക്കുകയാണ്.
നമുക്കൊക്കെ അറിയാം ആ അവാർഡ്, നൊബേൽ സമ്മാനം. നൊബേൽ സമ്മാനം. ആ സമ്മാനത്തിൻ്റെ പേരിലാണ് ഇന്ന്, ആ പ്രൈസിൻ്റെ പേരിലാണ് ഇന്ന് ലോകം മുഴുവൻ അദ്ദേഹം അറിയപ്പെടുന്നത്. ആൽഫ്രഡ് നൊബേൽ. യൂറോപ്പ് മുതൽ സിന്ധ് നദീ തടം വരെ കീഴടക്കിയ അലക്സാണ്ടർ ചക്രവർത്തി മരിച്ചു പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ മക്കളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ മരിച്ചതിന് ശേഷം എൻ്റെ ശവമഞ്ചവുമായിട്ട് പോകുന്ന സമയത്ത് എൻ്റെ 2 കൈകളും നിങ്ങൾ പുറത്തേക്കിടണം. എൻ്റെ 2 കൈകളും പുറത്ത് കിടക്കട്ടെ. എന്തിനാണ് എന്നറിയുമോ? ഇത്രയധികം രാജ്യങ്ങൾ കീഴടക്കിയ, ഇത്രയധികം ആളുകളെ കൊന്നൊടുക്കിയ, ഇത്രയധികം സമ്പത്ത് കുന്നുകൂട്ടി സമ്പാദിച്ച ഈ അലക്സാണ്ടർ ചക്രവർത്തി ഈ ലോകത്തിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ കയ്യിലൊന്നുമില്ലാതെയാണ് പോകുന്നത് എന്ന് ലോകമറിയട്ടെ എന്ന്. വെറും കൈയോടുകൂടിയാണ് ഈ ലോകത്തിൽ നിന്ന് തിരിച്ചു പോകുന്നത് എന്ന് ജനങ്ങൾ അറിയട്ടെ എന്ന്. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു. നമുക്കൊക്കെ ആശങ്കയാണ്, ജീവിതത്തെക്കുറിച്ച് വല്ലാത്തൊരാശങ്കയുടെ നിഴലിലാണ് ഇന്നായിരുന്നാലും അല്ലാത്ത കാലത്തായിരുന്നാലും. എന്തിനാണ് ഈ ആശങ്ക? ഒരാശങ്കയ്ക്കും യാതൊരു അവസരവും നൽകാത്ത മനസ്സായിരിക്കണം നമ്മുടേത്. ഏത് തരത്തിലുള്ള നിയമങ്ങൾ വന്നാലും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയണം. നിയമങ്ങളൊന്നും നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചുണ്ടാക്കുന്നതല്ല. ഭരണാധികാരികളുടെ തലച്ചോറിൽ നിന്നുണ്ടാകുന്ന നിയമങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കിയിട്ടല്ല നടക്കുന്നത്. ഏത് തരത്തിലുള്ള നിയമം സംഭവിച്ചു കഴിഞ്ഞാലും പിടിച്ചു നിൽക്കാനുള്ളൊരു കരുത്തുണ്ടാവണം. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞതാ, എന്തിനാ പേടിക്കുന്നത്? എനിക്കൊരു പേടിയില്ല. ഒരു ഹവായി ചെരുപ്പും ഒരു കീസ്, ഒരു കവർ വസ്ത്രവുമായിട്ടാണ് ഞാൻ ഈ ജിദ്ദയിൽ വന്നിറങ്ങിയത്. എന്തെല്ലാം തന്നു എൻ്റെ പടച്ചോൻ! എത്ര ഉംറകൾ ചെയ്തു ഞാൻ, എത്ര ഹജ്ജ് ചെയ്തു ഞാൻ. എൻ്റെ ഉമ്മയെ, എൻ്റെ ഉപ്പയെ ഹജ്ജ് ചെയ്യിച്ചില്ല ഞാൻ. സൗകര്യങ്ങൾ ഇത്രയും നൽകി എൻ്റെ പടച്ചോൻ എന്നെ കൈവിടില്ല എന്ന് എനിക്കറിയാം. എല്ലാ വാതിലുകൾ അടച്ചിട്ടാലും ഒരു ജനൽ അല്ലാഹു നമുക്ക് തുറന്നു തരും. ഒരു ജനൽ അല്ലാഹു തുറന്നു തരും. നമ്മൾ ഈ വാതിൽ ചെന്നിട്ട് ഇങ്ങനെ മുട്ടുകയാണെങ്കിൽ നമ്മളാണ് വിവരമില്ലാത്ത ആളുകൾ. ആ ജനലിലൂടെ രക്ഷപ്പെടാൻ അല്ലാഹു പറയുന്നത്. അതാണ് വിശുദ്ധ ഖുർആൻ സൂറത്തു ത്വലാഖിലെ 2-ാം വചനത്തിന്റെ അവസാനത്തിൽ വമൻ യത്തഖില്ലാഹ് യജ്അൽ ലഹു മഖ്റജ. ആരാണോ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നത് അവർക്കൊരു വഴിയുണ്ടാവും. അവർക്ക് എളുപ്പമുള്ളൊരു മാർഗം കാണിച്ചു കൊടുക്കും. അവരെവിടെയും ഒന്നുമില്ലാതെ അലിയുന്നൊരവസ്ഥ ഉണ്ടാവില്ല. അവർക്കൊരു വഴി അല്ലാഹു കാണിച്ചു കൊടുക്കുന്നു. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. വിചാരിക്കാത്ത വിധത്തിൽ അവർക്ക് ജീവിത വിഭവങ്ങൾ പടച്ചവൻ കൊടുക്കുന്നു. വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹു. ആരാണോ അല്ലാഹുവിൽ തവക്കൽ ചെയ്യുന്നത്, അർപ്പിക്കുന്നത്, ജീവിതം അല്ലാഹുവിനെ ഏൽപ്പിക്കുന്നത്, അവർക്ക് അല്ലാഹ് മതി. എത്ര ഹൃദ്യമാണ് ആ വചനങ്ങൾ! ആ ഒരളവിലേക്ക് നമ്മുടെ ഈമാനിനെ, ദൈവവിശ്വാസത്തെ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ജീവിതം മുഴുവനും അതിൻ്റെ സന്തോഷഭരിതമായ ഒരവസ്ഥ നമ്മൾ അനുഭവിക്കും. അങ്ങനെ അനുഭവിക്കുന്നവരിൽ ഉൾപ്പെടാൻ ദയാലുവായ ദൈവം നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. നമ്മൾ പറഞ്ഞു വന്നത്, ബർക്കത്തുള്ള അനുഗ്രഹീതമായൊരു ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സമ്പത്തിൻ്റെ ആധിക്യമല്ല, അത് മക്കളുടെ ആധിക്യമല്ല, അത് സുഖ സൗകര്യങ്ങളുടെ ആധിക്യമല്ല, മറിച്ച് അത് ജീവിത സൗഭാഗ്യമായി നമുക്ക് കിട്ടുന്ന നമ്മുടെ പ്രവർത്തനങ്ങളാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ അതുമാത്രമേ നമുക്ക് നമ്മുടേതായി ഉണ്ടാവുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ജിദ്ദയിൽ ഒരു 10, 20, 30 കൊല്ലം ജീവിച്ചിട്ട് നമ്മളിവിടുത്തെ താമസം മതിയാക്കി, ജീവിതം മതിയാക്കി നാട്ടിലേക്ക് പോകാമെന്ന് വിചാരിക്കുക. നാട്ടിലെത്തിയ ശേഷം ഇവിടെ നടക്കുന്ന ഈ ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആളുകൾ എന്ന നിലക്ക് എൻ്റെ സുഹൃത്തുക്കളോട് പറയട്ടെ, നമ്മളിവിടുന്ന് പോയതിന് ശേഷം നമുക്ക് ഈ ജിദ്ദയിലെ ജീവിതം ഓർക്കുമ്പോൾ എന്താണ് മനസ്സിലുണ്ടാവുക? എന്തുണ്ടാവുക? നമ്മൾ ഒരുപാട് നല്ല ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഇവിടുന്ന്, പക്ഷെ അതൊന്നും നമുക്ക് ഓർക്കാനുണ്ടാവില്ല. നമ്മൾ ഒരുപാട് നല്ല വസ്ത്രം അണിഞ്ഞിട്ടുണ്ട് ഇവിടെ, പക്ഷെ അത് നമുക്ക് ഓർക്കാനുണ്ടാവില്ല. നമ്മളൊരുപാട് ശമ്പളം വാങ്ങിയിട്ടുണ്ട്, പക്ഷെ അത് നമുക്ക് ഓർക്കാനുണ്ടാവില്ല. പക്ഷെ നമ്മളിവിടെ നിന്ന് പഠിച്ച ഒരു ഖുർആനിൻ്റെ വചനം നമുക്ക് ഓർക്കാനുണ്ടാവും. നമ്മളിവിടെ ചെയ്ത ഒരു സഹായം നമുക്ക് ഓർക്കാനുണ്ടാവും. ഒരു പാവം മനുഷ്യനെ കണ്ണീരിൽ നിന്ന് കരകയറ്റിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഒരു വിഷമത്തിന് പരിഹാരം കാണാൻ നമ്മുടെ വിഷമം പോലും അവിടെ ഇട്ടിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഓർക്കാനുണ്ടാവും. അതാണ് സൽപ്രവർത്തനങ്ങളുടെ സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ. ഇവിടെ ഓർക്കാനുണ്ടാവും, നാളെ വരാനിരിക്കുന്ന പ്രതിഫല ലോകത്തും നമുക്ക് ഓർക്കാനുണ്ടാവും, അല്ലാത്തൊന്നും ഓർക്കാനുണ്ടാവില്ല. അതാണ് ബാഖിയാത്തുസ് സ്വാലിഹാത്ത് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ പഠിപ്പിച്ച്. ബാഖിയാത്തുസ് സ്വാലിഹാത്ത്, ബാക്കിയാകുന്ന സ്വാലിഹുകൾ എന്നാണ്. സ്വാലിഹായ പ്രവർത്തനങ്ങൾ എന്ന് പോലും പറഞ്ഞില്ല, ബാക്കിയാകുന്ന സ്വാലിഹുകൾ.
നല്ല ഒരു വിചാരം പോലും ഒരു സൽക്കർമ്മമാണ്, ഒരു പ്രവർത്തനമായിട്ടൊന്നുമില്ല. ഒരു നല്ല വിചാരം പോലും ഒരു ഉന്നതമായ സൽക്കർമ്മമായിട്ടാണ് വിശുദ്ധ ഖുർആൻ എണ്ണിയിട്ടുള്ളത്. അപ്പോൾ പ്രവർത്തനങ്ങളാണ് ജീവിതത്തിൻ്റെ സൗഭാഗ്യം. നല്ല പ്രവർത്തനങ്ങളാണ് ജീവിതത്തിൻ്റെ സൗഭാഗ്യം. ഓരോ പ്രവാസിയും ആലോചിക്കുന്നത് എത്ര സമ്പാദിക്കാം എന്നാണ്. നമ്മൾ ആലോചിക്കേണ്ടത് എത്ര നന്നായി സമ്പാദിക്കാമെന്നാണ്. കാരണം അതാണ് വേദഗ്രന്ഥം നമ്മോട് പറഞ്ഞുള്ളത്. ഇങ്ങനെ ഒരു ജീവിതം തന്നത് എന്തിനാണ് എന്ന് വിശദീകരിക്കുന്നിടത്ത് ഖുർആൻ പറഞ്ഞത്, ഇങ്ങനെ ഒരു ജീവിതം തന്നതിൻ്റെ ഉദ്ദേശ്യം നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും നന്നായി അമലുകൾ ചെയ്യുന്നത് എന്നറിയാനാണ്. അതിനാണ് എല്ലാ സൗഭാഗ്യങ്ങളും തന്നത്. അതിനാണ് നമുക്ക് വാഹനം തന്നത്, അതിനാണ് നമുക്ക് ശരീരം തന്നത്, അതിനാണ് നമുക്ക് ആയുസ് തന്നത്, അതിനാണ് നമുക്ക് ആരോഗ്യം തന്നത്, അതിനാണ് നമുക്ക് പണം തന്നത്, അതിനാണ് കണ്ണ് തന്നത്, നാവ് തന്നത്, കാത് തന്നത്, കൈകാലുകൾ തന്നത്. അള്ള എന്തൊക്കെ തന്നിട്ടുണ്ടോ അത് മുഴുവനും അമലു സ്വാലിഹ് ചെയ്യാനാണ്, നല്ല പ്രവർത്തനങ്ങൾ അതുകൊണ്ട് ചെയ്യാനാണ്. വ്യക്തമാണ് ആ കാര്യം. നല്ല പ്രവർത്തനങ്ങൾ അതുകൊണ്ട് ചെയ്യാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെയൊക്കെ കീശയിൽ കിടക്കുന്ന മൊബൈൽ ഫോൺ ഇതൊരു അനുഗ്രഹമാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനൊരു സംഗതി ആലോചിക്കാൻ പോലും കഴിയില്ലായിരുന്നു ആളുകൾക്ക്. ഇതൊരു സൗഭാഗ്യമല്ല. ഇതിനെക്കുറിച്ച് അള്ളാഹു നമ്മളോട് ചോദിക്കൂലേ, എല്ലാ സൗഭാഗ്യങ്ങളെക്കുറിച്ചും വരാനിരിക്കുന്ന ആ ലോകത്ത് ചോദിക്കുന്നതാണ്. വെറുതെ ഒരു ഉദാഹരണം പറയാം. ഈ ഒരു സംഗതിയെക്കുറിച്ച് അള്ളാഹു നാളെ നമ്മളോട് ചോദിക്കൂല. എന്താണ് നമുക്ക് ഉത്തരം പറയാനുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. നാട്ടിലാകുന്ന സമയത്ത് എല്ലാ ദിവസവും രാവിലെ ഒരു മെസ്സേജ് വരും, സുബഹ് നേരത്തൊരു മെസ്സേജ് വരും. നമുക്കറിയാം ചിലപ്പോൾ അത് തുറന്നു നോക്കില്ല. കാരണം ഒന്നുകിൽ ഒരു ഖുർആൻ്റെ ആയത്തായിരിക്കും, അല്ലെങ്കിൽ ഒരു ഹദീസ് ആയിരിക്കും, അല്ലെങ്കിൽ അതനുസരിച്ചുള്ള ഒരു പ്രോവർബോ ഒരു പണ്ഡിതൻ്റെ വചനമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പലപ്പോഴും തുറന്നു നോക്കുന്നില്ല. ആരാ അത് അയക്കുന്നതെന്ന് അറിയാം നിങ്ങൾ? കോഴിക്കോട്ടെ വളരെ പ്രസിദ്ധനായൊരു കച്ചവടക്കാരനാണ്. മിഠായി തെരുവിൽ വലിയ ഒരു ടെക്സ്റ്റൈൽസ് നടത്തുന്ന തോട്ടത്തിൽ ടെക്സ്റ്റൈൽസ് എന്ന പ്രസിദ്ധമായൊരു സ്ഥാപനം നടത്തുന്ന അതിൻ്റെ ഉടമയാണ്. ഡോക്ടർ എം കെ മുനീറിൻ്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തിൻ്റെ ഭർത്താവാണ്. ഇതിൽ പലരും അറിയുന്നുണ്ടാവും അദ്ദേഹത്തെ. റഷീദ് ഖാൻ എന്ന് പറയും. റഷീദ് ഖാൻ എല്ലാ ദിവസവും അദ്ദേഹത്തിൻ്റെ ഫോണിലുള്ള മിക്ക നമ്പറുകളിലേക്കും അയച്ചു കൊടുക്കുന്നത് ആ ദിവസത്തിലേക്കുള്ളൊരു തോട്ടാണ്. ഒന്നുകിൽ ഒരു ഖുർആൻ്റെ വചനം, അല്ലെങ്കിൽ ഹദീസ് ആയിട്ടുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ഒരു നല്ല ഒരു തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഒരു വചനം. ഇതാണ് അദ്ദേഹം അയക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നാളെ അള്ളാഹിൻ്റെ അടുത്ത് ഞാനും എത്തും, നിങ്ങളും എത്തും, അദ്ദേഹം എത്തും, നമ്മളോട് ഇതിനെക്കുറിച്ച് ചോദിക്കും. നമുക്ക് പറയാനുള്ളതിലേറെ മറുപടി അദ്ദേഹത്തിന് പറയാനുണ്ടോ? അത്രയേ ഉള്ളൂ. നമുക്ക് പറയാനുള്ളതിനേക്കാൾ മറുപടി അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് പറയാനുണ്ടോ? ഇതാണ്. എന്തൊക്കെ അള്ള തന്നിട്ടുണ്ടോ അതുകൊണ്ടൊക്കെ അള്ളാഹു നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അള്ളാഹുവിന് പ്രിയങ്കരമായ കാര്യങ്ങൾ അതുകൊണ്ട് ചെയ്യുക. ഒന്നും വെറുതെ തരുന്നില്ല എന്ന്. ഒരു കാര്യവും വെറുതെയല്ല. ആ കാര്യം കൊണ്ട് സമ്പാദിക്കുവാനുള്ള നന്മയുടെ വലിയ സാധ്യതകൾ ഒരുക്കി തന്നിട്ടാണ് അള്ള പറയുന്നത്, അതുകൊണ്ട് നന്മ ചെയ്യൂ എന്ന് പറഞ്ഞത്. സമയമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യം. സമയം. മരിച്ചവർക്ക് നഷ്ടപ്പെട്ടത് എന്താണ്? സമയം. നമുക്ക് ബാക്കിയുള്ളത് എന്താണ്? സമയം. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹിയുടെ ഒരു പുസ്തകത്തിൽ അദ്ദേഹം അതിമനോഹരമായൊരു ഉദാഹരണം മനുഷ്യനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഏത് കാലത്തും ജീവിക്കുന്ന മനുഷ്യന് ഉദാഹരിക്കാവുന്ന മനോഹരമായ ഒരു ഉപമയാണ് അദ്ദേഹം നൽകുന്നത്. ഒരു മനുഷ്യനെ ഒരു വന്യമൃഗം, സിംഹം ഓടിക്കാണ്. സിംഹം പിറകെ കൂടി ഇദ്ദേഹം ജീവനും കൊണ്ട് ഓടുകയാണ്. ആ ജീവനും കൊണ്ടുള്ള ഓട്ടത്തിനിടയിൽ ഒരു കിണറ്റിൽ ചെന്നിട്ട് അദ്ദേഹം വീണു. ആ കിണറ്റിലേക്കുള്ള വീഴ്ചക്കിടയിൽ 2 വള്ളിയിൽ അദ്ദേഹത്തിന് പിടുത്തം കിട്ടുകയാണ്. 2 വള്ളിയിൽ പിടുത്തം കിട്ടിയതോടുകൂടി കിണറ്റിലേക്ക് വീണതുമില്ല, ആ സിംഹത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. ആ മനുഷ്യന് വല്ലാത്തൊരു സമാധാനം. ആ സമാധാനത്തിൽ കിതപ്പ് മാറിയിട്ട് താഴെ ഇങ്ങനെ നോക്കുമ്പോൾ ആ കിണർ നിറയെ വലിയ സർപ്പങ്ങൾ ഇങ്ങനെ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഇരയെ കിട്ടാൻ കാത്തിരിക്കുന്ന പാമ്പുകളുണ്ട് ആ കിണർ നിറയെ. മുകളിലേക്ക് നോക്കുമ്പോഴോ അദ്ദേഹത്തെ ഓടിച്ചു വിട്ട ആ സിംഹം അവിടെ തന്നെ നിൽക്കുന്നുണ്ട്, ഇദ്ദേഹം വരുന്നതും കാത്ത്. മാത്രമല്ല അദ്ദേഹം പിടിച്ച ആ 2 വള്ളികളിൽ ഒരു വള്ളിയിൽ ഒരു കറുത്ത എലിയും മറ്റേതിൽ ഒരു വെളുത്ത എലിയും കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായിരിക്കും ആ മനുഷ്യൻ്റെ ഒരു അവസ്ഥ? ഏറ്റവും നല്ലൊരു ഗുരുനാഥന്മാരിൽ ഒരാളാണ് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി. അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളെ ഇങ്ങനെ പഠിപ്പിക്കുന്നത് പോലെ നമുക്ക് പഠിപ്പിച്ചു തരാണ്. എന്തായിരിക്കും ആ മനുഷ്യൻ്റെ ഒരു അവസ്ഥ? പക്ഷെ ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ മൂക്കിൻ്റെ തുമ്പിലേക്ക് ഒരു തുള്ളി വന്ന് വീഴുന്നത്.
ആ തുള്ളി എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇങ്ങനെ നാവ് കൊണ്ട് നോക്കുന്ന സമയത്ത് ആ തുള്ളി അദ്ദേഹത്തിൻ്റെ നാവിൽ തട്ടി. അപ്പോഴാണ് അദ്ദേഹം മനസ്സിലായത് അതൊരു തേൻതുള്ളിയാണ്. മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു തേനീച്ചക്കൂട്ടിൽ നിന്ന് തേന് നിറഞ്ഞ് തുളുമ്പിയിട്ട് ഓരോ തുള്ളി ഇങ്ങനെ വന്ന് വീഴാണ്. ആ മനുഷ്യനെല്ലാം മറന്നുപോയി. ആ തേൻതുള്ളിയുടെ അനുഭൂതിയിൽ ചുറ്റുമുള്ളതെല്ലാം മറന്നുപോയി. മുകളിൽ നിൽക്കുന്ന സിംഹത്തെ മറന്നുപോയി, താഴെയുള്ള പാമ്പുകളെ മറന്നുപോയി, ആ കറുത്ത എലിയെയും വെളുത്ത എലിയെയും അയാൾ മറന്നുപോയി. എന്നിട്ട് ഇമാം ഗസാലി റഹ്മഹുല്ലാ പറയാണ്, ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. ചെറിയ ചെറിയ രസങ്ങളുടെ, സുഖങ്ങളുടെ, ആനന്ദങ്ങളുടെ പിറകിൽ സഞ്ചരിച്ച് വളരെ ഗൗരവതരമായ കാര്യങ്ങളിൽ നിന്ന് മനുഷ്യരെ പിറകോട്ട് പോകുന്നു, മറന്നു പോകുന്നു. ആ കറുത്ത എലിയും വെളുത്ത എലിയും ഉണ്ടല്ലോ, അത് രാവും പകലുമാണ്. രാവും പകലും. ഒരു അറബി കവി പാടുന്നുണ്ട്, വകം മിൻ സലീമിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ വകം മിൻ ഫത വകം മിൻ സഖീമിൻ ആശ ഹീനം മിൻ അദ്ദഹർ വകം മിൻ ഫതാ യുംസി വയുസ്ബിഹു ലാഹിയൻ വഖദ് നുസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രി. എത്ര ആരോഗ്യമുള്ള ആളുകളാ, ഒരു രോഗം ഉണ്ടാവില്ല, പെട്ടെന്ന് മരിച്ചു പോകുന്നത്. എത്ര രോഗികളാ ഇന്ന് മരിക്കും നാളെ മരിക്കും എന്ന് വിചാരിച്ചിട്ട് നിൽക്കുമ്പോഴും അവർ ദീർഘകാലം പിന്നെയും ജീവിക്കുന്നു. വകം മിൻ ഫതാ യുംസി വയുസ്ബിഹു ലാഹിയ. എത്ര ചെറുപ്പക്കാരാണ്, നേരം വെളുക്കുന്നു, വൈകുന്നേരമാകുന്നു, വളരെ അലസ മനസ്സോടുകൂടി അവർ ജീവിക്കുന്നു. വഖദ് നുസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രി. അവൻ്റെ മരണപ്പുതപ്പുണ്ടല്ലോ, കഫൻ പുടവ, അത് തൊട്ടടുത്ത ഷോപ്പിൽ റെഡിയായിട്ടുണ്ട് എന്നവൻ അറിയുന്നില്ല. ഒരു കവി പാടുകയാണ്, എത്ര യാഥാർത്ഥ്യമാണിത്. മരണത്തിൻ്റെ വിളിനാഥം ഒട്ടും അകലെയല്ലാതെ ജീവിക്കുന്ന, ICUവിൽ കിടക്കുന്ന ഒരു രോഗിയെ പോലെയാണ് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ. ഈ ഹോസ്പിറ്റലിൽ ICU ഉണ്ടാവുമല്ലോ, അവിടെ കിടക്കുന്ന ഒരു രോഗിയുടെ അവസ്ഥ എന്തായിരിക്കും? അടുത്തൊരു നിമിഷത്തെക്കുറിച്ചുള്ള അയാളുടെ ആകുലത എത്ര വലുതായിരിക്കും? ആ ആകുലതയോടുകൂടിയാണ് നമ്മൾ ഓരോ നിമിഷവും ജീവിക്കുന്നത്. കാരണം അടുത്തൊരു നിമിഷത്തെക്കുറിച്ച് നമുക്ക് അറിയില്ല എന്താണ് സംഭവിക്കുക. സയൻസ് എത്ര വളർന്ന് വലുതായിട്ടുണ്ട് ആലോചിച്ച് നോക്കൂ. എന്തെല്ലാം കണ്ടുപിടിക്കുന്നുണ്ട് ശാസ്ത്രം. പക്ഷെ അടുത്ത നിമിഷം എന്ത് സംഭവിക്കും ഇത് കണ്ടെത്താൻ ശാസ്ത്രത്തിന് കഴിയൂല എന്ന് ഖുർആൻ പറഞ്ഞതാ. ആ നിമിഷം അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അദൃശ്യകാര്യങ്ങളുടെ മുഴുവൻ താക്കോല് അത് പൂട്ടിയിട്ട് അള്ളാഹു കയ്യിൽ വെച്ചിരിക്കുകയാണ്. ഒരാൾക്കും അത് കൊടുക്കില്ല. നമ്മുടെ ബുദ്ധിക്ക്, നമ്മുടെ കാഴ്ചക്ക്, നമ്മുടെ കേൾവിക്ക് ഒക്കെ ഒരു കപ്പാസിറ്റി അത് തന്നിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് കഴിയൂല. കണ്ണിനൊരു കപ്പാസിറ്റി ഇല്ലേ? വിബ്ജിയോർ മാത്രമേ കണ്ണിന് കാണാൻ കഴിയുള്ളൂ എന്ന് പറയാറുണ്ട്. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. റെഡിൻ്റെ ഇപ്പുറത്തുള്ള ഇൻഫ്രാറെഡ് കാണാൻ കഴിയില്ല. വയലറ്റിൻ്റെ അപ്പുറത്തുള്ള അൾട്രാ വയലറ്റും കാണാൻ കഴിയില്ല. എന്നാൽ നമ്മളതിനെ നിഷേധിക്കുന്നുണ്ടോ? ഇല്ല. ഈ വിബ്ജിയോർ മാത്രമേ നമ്മളെ കണ്ണിന് താങ്ങാൻ കഴിയുള്ളൂ. കാതിനൊരു കപ്പാസിറ്റി ഇല്ലേ? 20,000-20,000 ഇടയ്ക്കുള്ള ഹെഡ്സ്, അതിൻ്റെ ഫ്രീക്വൻസി മാത്രമേ കാതിന് കേൾക്കാൻ കഴിയുള്ളൂ എന്ന് പറയും. അതിൻ്റെ അപ്പുറത്തേക്ക് കേൾക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മളെ ബ്രെയിനിനുണ്ട്. ചില വെളിച്ചം കാണുമ്പോൾ നമ്മൾ അറിയാതെ കണ്ണടിച്ചു പോകും. കാരണം അത് താങ്ങാൻ നമ്മുടെ കണ്ണിന് കഴിയില്ല. ചില സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അറിയാതെ നമ്മൾ കാതടച്ചു പോകും, താങ്ങാൻ കഴിയില്ല. അങ്ങനെ താങ്ങാൻ കഴിയാത്ത ചില കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിനുണ്ട്. അതിലൊന്നാണ് അടുത്ത നിമിഷം എന്ത് സംഭവിക്കും അറിയില്ല. എത്ര അനിശ്ചിതത്വമാണ് ഈ ജീവിതം. നമ്മുടെ ശരീരത്തെക്കുറിച്ച് നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ട്, ഇനി എത്ര കാലം ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നു. നമ്മുടെ പണത്തെക്കുറിച്ച് നമുക്കൊരു ഏകദേശ ധാരണ ഉണ്ട്. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്കൊരു ഏകദേശ ധാരണ പോലുമില്ല. എപ്പോൾ ഇതാണ് അവസാനിക്കുന്നുള്ളതിനെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ പോലുമില്ല. എത്ര അനിശ്ചിതത്വമാണ് ഈ ജീവിതം. എങ്കിൽ ജീവിതത്തിനെ ഹൃദ്യമാക്കുന്ന, അർത്ഥവത്താക്കുന്ന, വളരെ നിസ്സാരമായ ആയുഷ്കാലത്തെ ഒട്ടും നിസ്സാരമല്ലാതാക്കി മാറ്റുന്നത്, ആ ആയുഷ്കാലത്ത്, ആയുസ്സിൽ നമ്മൾ എന്ത് ചെയ്തു എന്നത് മാത്രമാണ്. പ്രവർത്തനങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം. ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത പ്രവർത്തനങ്ങളാണ്. നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ. ഇമാം ഗസാലി തന്നെ പറയുന്ന മറ്റൊരു ഉദാഹരണമുണ്ട്. മരിച്ചു കഴിഞ്ഞ ഒരാൾക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം ഒരു ദിവസമെങ്കിലും ഈ ലോകത്തേക്കൊന്ന് തിരിച്ചു വരാനാണെങ്കിൽ, ഒരു ദിവസം, ഒറ്റ ദിവസം ഈ ലോകത്തേക്കൊന്ന് തിരിച്ചു വരാനാണ് ഒരാൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ദൈവം അദ്ദേഹത്തിന് ഒരു ദിവസത്തെ ആയുസ് കൊടുത്താൽ, ഒറ്റ ദിവസം, അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ വീണ്ടും തിരിച്ചുകൊണ്ടുപോകും. ആ ഒരു ദിവസം ആയുസ് കൊടുത്താൽ ആ ഒരു ദിവസം കൊണ്ട് അയാൾ എന്ത് ചെയ്യുമെന്ന് ഗസാലി ഇമാം ചോദിക്കുകയാണ്. ആ ഒരു ദിവസം കൊണ്ട് അയാൾ എന്ത് ചെയ്യും? എന്താ ചെയ്യുക? ഒരു സംശയമില്ല.
അയാൾ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യും. ആ സമയം കൊണ്ട് എന്തൊക്കെ, പണം കൊണ്ടാകട്ടെ, ശരീരം കൊണ്ടാകട്ടെ, കണ്ണുകൊണ്ടാകട്ടെ, നാവ് കൊണ്ടാകട്ടെ, അയാൾ നല്ല പ്രവർത്തനങ്ങളിൽ മുഴുകും. കാരണം മരിച്ചു കഴിഞ്ഞപ്പോൾ അയാൾക്ക് മനസ്സിലായി അതുകൊണ്ടേ കാര്യമുള്ളൂ.